ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോസിബി. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രത്യേക ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിട്ടല്ല വന്നത്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്ന്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കുറേ കാലമായിട്ട് നമ്മുടെ യൂട്യൂബ് കമൻറ്റിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ഏതാണെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാണെങ്കിൽ ലിങ്ക് ജസ്റ്റ് സെർച്ച് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ പോരെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറേ പല വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഫോണിനെ പറ്റി, ഉപയോഗിക്കുന്ന ഫോണിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ ഏതായാലും അതിന് മുമ്പ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് നൈസായിട്ട് തന്നെ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഷവോമിയുടെ റെഡ്മി വൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ. ഇതാണ് എൻ്റെ ഫോൺ. ഞാനിപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 മാസമായിട്ടുണ്ടാകും ഈ ഒരു ഫോൺ വാങ്ങിയിട്ട്. കുറച്ച് മുമ്പ് 2018 ഇറങ്ങിയ ഫോണാണിത്. ചൈനയിൽ റെഡ്മി S2 എന്ന പേരിൽ ലോഞ്ച് ചെയ്ത്, ഇന്ത്യയിൽ റെഡ്മി വൈറ്റ് എന്ന പേരിൽ ലോഞ്ച് ചെയ്ത്, റെഡ്മി Y1ൻ്റെ സക്സറാണ് ഈ ഒരു ഫോൺ. അപ്പോൾ ഏതായാലും ഈ ഒരു ഫോൺ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. അറൗണ്ട് 10,000 രൂപ മാത്രമാണ് ഞാൻ വാങ്ങിയപ്പോൾ ഇതിൻ്റെ വില. ഈ ഒരു ഫോൺ ഞാൻ എടുക്കുന്ന ടൈം പറയുമ്പോൾ ഒരു അർജൻറ്റ് ടൈമിലായിരുന്നു ഞാൻ എടുത്തത്. അതായത് ഞാൻ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ പെട്ടെന്ന് കേട്ടിരിക്കും. പെട്ടെന്ന് എനിക്ക് ഫോണിൻ്റെ ഒരു ആവശ്യം വന്നു. ഫോണിൻ്റെ ആവശ്യം പറയുമ്പോൾ നമ്മുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇതിലാണ് നടക്കുന്നത്. വേറെ ഫോണൊന്നുമില്ല, പ്രൈമറി ഫോണായിട്ടും സെക്കൻഡറി ഫോണായിട്ടും തന്നെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഒരു ഫോണ് വേണ്ടി വന്നു. പക്ഷേ അങ്ങനെ വലിയ പൈസേൻ്റെ ഫോണൊന്നും നമ്മളടുത്ത് വാങ്ങാനില്ല. അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫോൺ തന്നെയായിരുന്നു ഞാൻ തപ്പിയത്. പ്രത്യേകിച്ച് ഷവോമിൻ്റെ ഫോൺ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം എന്താ, അതിൻ്റെ വിലയും കുറവായിരിക്കും, പിന്നെ അത്യാവശ്യം സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫോൺ ഞാൻ തപ്പി. പിന്നെ റെഡ്മി നോട്ട് 5 Pro, MI A2, MI A1 അതിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു 15,000 അടുത്ത് ഇങ്ങനെ വില വരുന്നതുകൊണ്ട് തന്നെ അത്ര ഒരു പൈസ എൻ്റെ അടുത്ത് കൊടുക്കാനുമില്ല. എന്നാലൊരു 10,000 രൂപ എൻ്റെ അടുത്ത് ഇവിടുന്ന് അത് ഒപ്പിച്ച്. അപ്പോൾ അങ്ങനെ 10,000 രൂപയ്ക്ക് എനിക്ക് കിട്ടുന്ന ഒരു ഫോൺ ഞാൻ അങ്ങോട്ട് എന്താ പറയുക എടുത്ത്. അതാണ് ഈ റെഡ്മി വൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോൺ. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫോൺ തന്നെയാണ്. നമ്മൾ കൊടുത്ത പൈസക്കുള്ള സംഭവങ്ങളൊക്കെ ഇതിന് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് ഫോണിൻ്റെ ക്യാമറക്കും പിന്നെ പ്രോസസ്സർ, ബാറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫോൺ തന്നെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലുള്ളൊരു ഫോൺ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്ത്. അതാണ് ഈ റെഡ്മി വൈറ്റ് എന്ന് പറയുന്ന ഫോൺ. ഇന്ത്യയിൽ അത്ര ഒരു പോപ്പുലറായ ഫോണൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ലാത്ത ഒരുപാട് വിറ്റ് പോയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് റെഡ്മി വൈറ്റ്. അപ്പോൾ റെഡ്മി വൈറ്റ് ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ ഡുവൽ ക്യാം ആണ് വരുന്നത്. ഓക്കെ, ഡുവൽ ക്യാം 13 മെഗാപിക്സലും 5 മെഗാപിക്സൽ ചേർന്ന ഡുവൽ ക്യാം വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് എൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ക്ലിയറും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ഫോണായിരുന്നു ഈ ഒരു ഫോൺ. സെൽഫിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫോണായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഫോൺ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്ത്. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമല്ലോ അല്ലേ. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഷൂട്ട് ചെയ്യൽ ഈ ഒരു ഫോണിലാണ്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും ഷൂട്ട് ചെയ്യുന്നത്. വേറെ ക്യാമറ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഷൂട്ട് ചെയ്യുക മാത്രമല്ല, നമ്മളെ യൂട്യൂബിൻ്റെ ഫുൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫോണിൽ തന്നെയാണ്. അതായത് നമ്മൾ വീഡിയോക്കുള്ള കണ്ടൻറ്റ് തപ്പുന്നത് മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള ഫുൾ വർക്കും ഈ ഒരു ഫോണിലാണ് ചെയ്യുന്നത്, വേറെ ഫോണില്ല. പിന്നെ എഡിറ്റിങ്ങും എല്ലാ ഫോണിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എഡിറ്റിങ് ഞാൻ പറഞ്ഞ് കൈമാസലാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും എഡിറ്റിങ്ങും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഫോൺ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ ഒരുപാട് വർക്ക് വരുന്നുണ്ട്. ഞാൻ നല്ല ഹെവി ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇതുവരെ എനിക്ക് ഈ ഒരു ഫോണിൽ ഹാങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫോൺ കുറേ വട്ടം കയ്യിൽ നിന്ന് വീണിട്ടുണ്ട്. കുറേ വട്ടം പറയുമ്പോൾ അത്യാവശ്യം തവണയൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ ഫോണ് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോൺ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 8 മാസമായിട്ട് ഞാൻ വാങ്ങിയിട്ട്. പിന്നെ 3 GB 32 GB സ്റ്റോറേജ് വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന് 4 GB അതുപോലെ 64 GB വേരിയൻ്റ് അവൈലബിൾ ആണ്. അതിന് എനിക്ക് തോന്നുന്നു 10,999 രൂപയാണ് അതിൻ്റെ വില തോന്നുന്നു. ഇപ്പോൾ കുറഞ്ഞ വിലയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതിന് വില പറഞ്ഞിട്ടുണ്ട്. ഞാനത് വാങ്ങിയപ്പോൾ 10,000 രൂപയായിരുന്നു, അല്ലെങ്കിൽ 9,999 രൂപയായിരുന്നു ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയപ്പോൾ വില. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞാണ്ട് 8,000 രൂപയൊക്കെ വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെ കേട്ടോ. നല്ല ക്യാമറ, അതുപോലെ തന്നെ ഒരു ആവറേജ് യൂസറിന് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫോൺ എന്ന നിലയ്ക്ക് ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. ഇതിന് ഫേസ് ലോക്കും അവൈലബിൾ ആണ്, അതുപോലെ ഫിംഗർ പ്രിൻറ്റും അവൈലബിൾ ആണ്. ഇതിന് ഫിംഗർ പ്രിൻറ്റ് പല ടൈമായിട്ടും വർക്ക് ചെയ്യാതിരിക്കുന്നതായിട്ട് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല ടൈമിൽ നമ്മൾ
തിരക്ക് ടൈമിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഡൗൺലോഡ് ആക്കാതെ വരികയും നമ്മൾ ഇതിന് പാറ്റേൺ വെച്ചിട്ട് ഓപ്പൺ ആക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്. പിന്നെ എന്താ വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 625 പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, അങ്ങനെയുള്ള ഹാങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഫോണിൻ്റെ ഹീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോൺ അങ്ങനെ വലിയ ചൂടാവുന്നില്ല. നല്ല ഹെവി വർക്ക് എടുക്കുമ്പോൾ എന്താ പറയുക, നല്ല ടൈം നല്ലൊരു പണി നമ്മുടെ ഫോൺ കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ചൂടാവുന്നുണ്ട്. അതല്ലാതെ നമ്മൾ നോർമൽ യൂസിന് അങ്ങനെ ചൂടാവുന്നില്ല. പിന്നെ ഫോണിൻ്റെ ക്യാമറ പറഞ്ഞ് 3050 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ബാറ്ററി കുറച്ച് കുറവാണ്, എന്നാലും എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫോണല്ലേ. 3050 mAh പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫോൺ എനിക്ക് ഇതിന് കുഴപ്പമില്ലാത്ത ബാറ്ററി ഷവോമി ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഷവോമിൻ്റെ ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതലേ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ വില കുറവാണ്, പിന്നെ അത്യാവശ്യം സ്പെക്കും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ ഷവോമിയുടെ ഫോൺ എപ്പോഴും പിക്ക് ചെയ്യുന്നത്. ഷവോമിയുടെ ഫോണുകളെല്ലാം അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫോണിന്, വേറെ ഇപ്പം എന്താ അല്ലേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കൂട്ടണ്ട, ഒരു റിവ്യൂ ഇട്ടൊന്നുമല്ല. കാരണം 8 മാസം മുമ്പ് ഒരു ലോഞ്ച് ചെയ്തൊരു ഫോൺ ഇപ്പോൾ റിവ്യൂ ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോണിനെ പറ്റി ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫോണിനെ പറ്റി മൊത്തത്തിലെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. ഒരു 10,000 രൂപയ്ക്ക് എന്താ പറയുക, നല്ലൊരു ഫോൺ തന്നെയാണ്, ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ്. പോരായ്മയായിട്ട് എനിക്ക് പറയാൻ മാത്രം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. ആ ഒരു ഫോണിന് അല്ലെങ്കിൽ അത്തരം ഫോണിന് വേണ്ട എല്ലാ സ്പെസിഫിക്കേഷൻസും ഇതിലുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.